ശ്രീ സംഷാദ് മരക്കാർ. പാനൂർ ബോംബ് സ്ഫോടനം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ പരമാവധി തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ തുടരന്വേഷണത്തിലും അട്ടിമറി പ്രതീക്ഷിക്കാമോ? ഇതിനു മുമ്പ് CPM-ന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ബോംബ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ്. കേരളത്തിൽ നടന്ന ഒരു അക്രമത്തെയും പാർട്ടി അറിയാറില്ല, പാർട്ടി എല്ലാം തള്ളി പറയാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്, ഷുക്കൂറിൻ്റെയും മരണം തള്ളിപ്പറഞ്ഞതാണ്, ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞതാണ്. അപ്പോൾ 2015 ഈ ബോംബ് സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്ത് ഈസ്റ്റ് ചെറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പൊയിലൂരിലുമൊക്കെ ഒരു ബോംബ് ഇതേപോലെ നിർമ്മിക്കുമ്പോൾ മരണപ്പെടുകയുണ്ടായി CPM-ന്റെ പ്രവർത്തകർ. അത് കഴിഞ്ഞ് തൃശ്ശൂർ നടന്ന സമ്മേളനത്തിൽ രക്തസാക്ഷികളുടെ ഫോട്ടോ വെച്ച കൂട്ടത്തിൽ ഇവരുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പോൾ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെടുന്ന ആളുകളെ തൽക്കാലം ഇലക്ഷൻ വരെ മാറ്റി നിർത്തുകയും ഇലക്ഷൻ കഴിഞ്ഞാൽ അവരെ രക്തസാക്ഷിയാക്കുക എന്നുള്ളത് CPM-ന്റെ നയമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഇതിനകത്ത് ഞങ്ങളൊന്നും പറയാം, DYFI ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞതുപോലെ DYFIയുടെ ആരെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്നുള്ള. ഈ DYFI എന്ന് പറയുന്ന സംഘടനയും SFI എന്ന് പറയുന്ന സംഘടനയും ആരും നിയന്ത്രിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അതാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യത്തെയും അഡ്രസ്സ് ചെയ്യാറില്ല. ഇത് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു ശീലമാണ്. പിന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം ഉണ്ടാക്കി. 4 ബോംബുകൾ കണ്ടെടുക്കുകയും പിന്നീടുള്ള പരിശോധനയിലാണ് 7ഓളം ബോംബുകൾ കണ്ടെടുക്കുക, 11 ബോംബുകൾ അവിടെ കണ്ടെടുക്കുകയും ചെയ്തു. അത്ര വലിയൊരു അക്രമ സ്ഥിതി ഇപ്പോൾ കണ്ണൂർ ജില്ലയ്ക്കകത്ത് നിലവിലില്ല. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വളരെ സമാധാനത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സമാധാനം അവിടെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന CPM-ആണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ CPM ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അത് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ BJP-യുടെ പ്രതിനിധി ശ്രീ ഹരിദാസൻ പറയുകയുണ്ടായി, ഇപ്പം നിലവിൽ കണ്ണൂർ വളരെ ശാന്തമാണ്, കണ്ണൂരിൽ ഇതിൻ്റെ ആവശ്യകതകളില്ല എന്ന്. പിന്നെ RSS പ്രവർത്തകരെയും BJP പ്രവർത്തകരെയും ഒക്കെ ആക്രമിക്കാനായിരിക്കാം ബോംബ് നിർമ്മിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെനിക്കൊരു വിശ്വാസവും ഇല്ല. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ M-ന്റെ നേതൃത്വത്തിൽ നടന്ന RSS CPM ചർച്ചയ്ക്ക് ശേഷം കണ്ണൂർ വളരെ സമാധാനമായി മാറി എന്ന് 2 കൂട്ടരും അവകാശപ്പെടുകയും ആ മാറ്റത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കേവലം 10% വോട്ടാണ് തോന്നുന്നു BJP NDA സ്ഥാനാർത്ഥിക്കുള്ളത്. ആ സ്ഥാനാർത്ഥി ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഇലക്ഷൻ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇവന് അമ്പലവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ബോംബ് നിർമ്മാണത്തിന് എന്നുള്ളൊരു വാദം CPM ഉന്നയിക്കുന്നുണ്ട്. അമ്പലത്തിൽ ചെറിയ യുവാക്കൾ തമ്മിലുള്ള ആ സംഘർഷം വലുതാവുകയും അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ചെറിയ സംഘർഷം ഒരു നാട്ടിലുണ്ടാവും. അമ്പലത്തിലോ പള്ളിയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചെറിയ തർക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉടനെ അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ സ്റ്റീൽ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെയാണോ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായും റെഡ് വളണ്ടിയറിൻ്റെ ക്യാപ്റ്റനായും ഒക്കെ CPM തിരഞ്ഞെടുക്കാറുള്ളത്? ഒരു നാട്ടിലൊരു ചെറിയ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. ആ തർക്കത്തെ പരിഹരിച്ച് ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിനു പകരം ഒരു ചെറിയ തർക്കമുണ്ടായി അല്ലെങ്കിൽ ഒരു വലിയ തർക്കമുണ്ടായി, ഒരു അടിപിടി ഉണ്ടായി എന്ന് കൂട്ടട്ടെ, അത് ഉണ്ടായാൽ ഉടനെ വന്ന് ആളില്ലാത്ത വീട്ടിൻ്റെ പുരപ്പുറത്ത് കയറി 11 ബോംബുണ്ടാക്കി അത് തയ്യാറാക്കി വെക്കുന്ന ആളുകളെയാണ് DYFIയുടെ യൂണിറ്റിനെ നയിക്കാൻ CPM-ഉം DYFI തീരുമാനിക്കുന്നതെങ്കിൽ അതൊരു വിചിത്രമായ വാദമാണ്. ഒരാൾക്കും നിയന്ത്രണമില്ല. തിരികെ ചർച്ചയിലേക്ക് ശ്രീ N ഹരിദാസൻ, പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സംഷാദ് ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നതിൽ എന്തായാലും BJP RSS പ്രവർത്തകർക്ക് ഭയക്കേണ്ടതില്ല. കാരണം രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറഞ്ഞുള്ള ഈ CPM-ന്റെ ബോംബ് നിർമ്മാണം തികച്ചും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് തന്നെയാണ്. കാരണം RSS-ഉം CPM-ഉം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അന്തർധാരയിലാണ് എന്നുള്ളതാണ് അദ്ദേഹം ശ്രീ M-നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഈ INDA എന്ന് പറഞ്ഞ സഖ്യത്തിൽ ആരാണുള്ളത്? ഈ കോൺഗ്രസ്സുകാരൻ്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും CPM എന്തോ വലിയൊരു അവർക്ക് പ്രതിഷേധിക്കുന്ന എന്താ പറയുക അവരുടെ ശത്രുവാണ്. CPM-ഉം കോൺഗ്രസും ബായിയാണ്. വടകരക്ക് തൊട്ടടുത്തുള്ള മാഹി പോയാൽ CPM-കാരനും കോൺഗ്രസ്സുകാരനും ഒരുമിച്ച് ഒരു സ്റ്റേജിലാണ്. എന്നിട്ട് വടകരയിൽ വന്നിട്ട് ഇങ്ങനെ CPM വേറെയും കോൺഗ്രസ് വേറെയും എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക.
കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് CPM. പിന്നെ പറഞ്ഞ BJPക്ക് 10% വോട്ടേ ഉള്ളൂ. ഞാൻ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ 50-60% വോട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എത്ര ശതമാനം വോട്ട്? അവിടെ മത്സരിക്കാൻ പറ്റാണ്ട് പലരും ഇങ്ങോട്ട് ഓടിപ്പോരുമല്ലേ? എന്താ അവിടെ എന്താ വോട്ട് ശതമാനം എന്തല്ലേ? 40-50% വോട്ടുണ്ടായ പാർട്ടി ഇപ്പോൾ എത്ര ശതമാനം വോട്ടായുള്ളത്? അവിടെ മത്സരിക്കാൻ ഭയമായിരിക്കുന്നു. ഓടി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരിക ഈ പാവങ്ങളായ കേരളക്കാരെ പറ്റിക്കാൻ. കാരണം CPMന്റെ നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധമുള്ളവരെ ഞാൻ കോൺഗ്രസ് എന്ത് സേവന പ്രവർത്തനം നടത്തുന്നത്? കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ കോൺഗ്രസ്സുകാരൻ കാണുന്നത്? ഈ സാമൂഹ്യ സേവന പ്രവർത്തനത്തിൽ എന്ത് കോൺഗ്രസ്സാണ് ഉള്ളത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ CPMന്റെ ഏത് പ്രതിരോധത്തിനാണ് CPMനുള്ളത്, കോൺഗ്രസ്സുകാരനുള്ളത്? CPMനെ പ്രതിരോധിക്കുന്ന BJP ആണ്. കള്ളപ്രചരണം, അതുപോലെ തന്നെ ഈ സാമൂഹ്യ തിന്മകൾ CPM കാണിക്കുന്ന എല്ലാ നെറുകേടിനെതിരായിട്ട് ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ BJP ആണ്. അവിടെ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ബായിയാണ്. ഒരു വശത്തെ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാ. ഇവർ പറയുന്നത് കേട്ടായിരിക്കുമ്പോൾ ഇവരെന്തോ വലിയ ശത്രുക്കളാണ്. ഇവരൊരു ശത്രുക്കളും അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അവിടെ മത്സരിക്കല്ലേ? ആനി രാജ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. ഈ ആനി രാജക്ക് അനുകൂലമായിട്ട് സീതാറാം യെച്ചൂരി വരുവോ? പ്രകാശ് കാരാട്ട് വരുവോ? കോൺഗ്രസ്സുകാരാ നിങ്ങൾ പറ. വരില്ല. കാരണം എന്താ? നിങ്ങൾ ഒരുമിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്താൻ നിങ്ങൾ വരുവോ? നിങ്ങൾ ഈ CPMന്റെ നേതാക്കന്മാർ അവിടെ വരുവോ? വരില്ല. കാരണം നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. CPM കോൺഗ്രസും ഒരുമിച്ച് ഒരു കാറിൽ ഒരു വാഹനത്തെ കറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നു, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നു, എന്നിട്ട് അവിടെ കേരളത്തിലെത്തും മാത്രം 2 വണ്ടിയിൽ വരികയാണ്, 2 വാഹനത്തിൽ വരിക. കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ വരുന്ന ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് 10% വോട്ടാന്നുള്ളൂ. അപ്പം ഞങ്ങളെ 10% വോട്ടെന്നാണ് ഞങ്ങളെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. 34 വർഷം നിങ്ങൾ ബംഗാൾ ഭരിച്ചിട്ടില്ലേ? 30 വർഷം നിങ്ങൾ ബംഗാൾ ഭരിച്ചു. 34 വർഷം ബംഗാൾ CPM ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാർട്ടിന്റെ സ്ഥിതി എന്താ? നിങ്ങളുടെ സ്ഥിതി എന്താ? ഇപ്പൊ അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? CPMന്റെ സ്ഥിതി എന്താ? 30 വർഷം ഈ ത്രിപുര ഭരിച്ച CPMന്റെ സ്ഥിതി എന്താ? ഞങ്ങൾ ആരും ഉണ്ടായിരുന്നു അവിടെ? 2% വോട്ടായിരുന്നു. അവിടെ 10% വോട്ടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു വേണ്ട. കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വികസനം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും, ആരാണ് ഇന്ത്യയിലെ അഴിമതിക്കാർ എന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇന്ന് കേജ്രിവാളിന്റെ പിന്നാലെ നടക്കുക. കേജ്രിവാളിനെ BJP EDനെ അറസ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതി ഇപ്പൊ കോൺഗ്രസ്സുകാരെ മിണ്ടുന്നില്ലല്ലോ. ഹൈക്കോടതി എന്താ പറഞ്ഞത്? വ്യക്തമായ തെളിവുണ്ടെന്നാ പറഞ്ഞേ. അണ്ണാ ഹസാരെ എന്താ പറഞ്ഞേ? ഓൻ എൻ്റെ കൂടെ നിന്നവനാ. മദ്യനയത്തിനെതിരെ പോരാടിയവനാ, മദ്യ കച്ചവടത്തിനെതിരെ. എന്നിട്ട് ഭരണത്തിലേറിയപ്പോൾ മദ്യക്കാർക്ക് വേണ്ടിയിട്ട് വിടിപടി ചെയ്തിട്ട് കോടികൾ അഴിമതി നടത്തിയെന്ന് പറഞ്ഞില്ലേ അണ്ണാ ഹസാരെ? എന്നിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ പറയുന്ന ഈ AAPയെ കൂട്ടി നടക്കുന്ന, കേജ്രിവാളിനെ കൂട്ടി നടക്കുന്ന ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊന്നും പറയണ്ട. ഉത്തരേന്ത്യ സംസ്ഥാനം 4% വോട്ട് പോലും ഇപ്പോൾ ഇല്ല. മുൻപ് 50% വോട്ടുണ്ടായിരുന്നു. അവിടെ മത്സരിക്കാൻ കഴിയാണ്ടാണ് പലരും ഓടിയിട്ട് നേതാക്കന്മാർ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയുള്ള ആളുകളൊന്നല്ല. ഞങ്ങളൊക്കെ പൊതുസമൂഹത്തെ പ്രവർത്തിക്കുന്നവരാ, സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നവരാ. അവിടെ സതീഷ് വസന്ത്, ഇവിടെ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി പിണറായിയുടെ പോലീസ് തന്നെയാണല്ലോ അന്വേഷിച്ചതും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതും എന്ന്. പക്ഷേ പാനൂർ ബോംബ് സ്ഫോടനം നടന്ന ആദ്യ പ്രതികരണം MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും ശ്രദ്ധിച്ചതാണ്. അത് ന്യായീകരിക്കത്തക്ക തന്നെയായിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലായി DYFI പ്രവർത്തകർക്കെതിരെയുള്ള ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട് എങ്കിൽ പോയി DYFIക്കാരോട് പോയി ചോദിക്കൂ എന്നാണ്. അല്ലാതെ ഒരു CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഈ ബോംബ് രാഷ്ട്രീയം നമുക്ക് നല്ലതിനല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തിനാണ് ബോംബ് നിർമ്മിച്ചത്, അത് DYFIക്കാരാണെങ്കിൽ തികച്ചും അനുചിതം തന്നെയാണ് എന്നൊരു പ്രസ്താവന എന്തുകൊണ്ട് വന്നില്ല? നോക്കുക, അതിൻ്റെ ആ ധ്വനി തന്നെ അദ്ദേഹം പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ പാർട്ടിക്കോ പാർട്ടിയുടെ ഇതിനോ ബന്ധമില്ലാന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. പിന്നെന്താ ഹരിദാസ് പറഞ്ഞ പോലെ ഇവിടെ അത്രയും താല്പര്യം എതിർക്കാൻ കാണിച്ചില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, അങ്ങനെ അദ്ദേഹം ആ ലെവലിൽ തന്നെ സംസാരിച്ചു. അങ്ങനെ എന്നാ സപ്പോർട്ട് ചെയ്യില്ലേ? അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടിക്കോ പാർട്ടിയുടെ സംവിധാനത്തിനോ ഇതിനെ അതൊരു ഉത്തരവാദിത്വമില്ല. അത് DYFI ചെയ്തിട്ടുണ്ടെങ്കിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയത്ത് ചോദിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വരില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിൽ എന്ന് പറയുന്നത് BJP ആയിട്ടൊന്നും നമ്മളൊന്നും ഇലക്ഷനിലായിട്ട് സ്റ്റാൻഡൊന്നുമില്ല. ഇവിടെ LDF UDF മാത്രമേ കേരളത്തിൽ ഇലക്ഷൻ സ്റ്റാൻഡുള്ളൂ. നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന സുരേന്ദ്രൻ പറയുന്നേക്കണം ഈ ബോംബ് നമുക്ക് ഇത് ഇലക്ഷൻ അട്ടിമറിക്കാന്ന്. നിങ്ങൾ അതിലും BJP കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് നേടുമെങ്കിൽ മാത്രമല്ലേ BJPക്കെതിരായിട്ട് അത് ഉപയോഗിക്കാവുള്ളൂ. തെറ്റ് തന്നെ. ബോംബ് ഉണ്ടാക്കിയത് തെറ്റായ നടപടിയാണ്. അത് പാർട്ടിയും പറയുന്നുണ്ടല്ലോ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത്
തെറ്റെന്ന് തന്നെ പറയുന്നത്. അത് ബി ജെ പിക്ക് എതിരായിട്ട് ഇവിടെ ബി ജെ പി ആയിട്ട് ഒരു മത്സരമില്ലാന്ന് കേരളത്തിൽ ഒരു മത്സരമില്ലാന്ന് ഇവിടെ LDF UDF ആയിട്ടാണ് മത്സരം, അല്ലാതെ കേരളത്തിൽ ഒരു മത്സരമില്ല. കരുദാസേ, നമ്മൾ എവിടെയെന്ന് പരിശോധിച്ചു നിങ്ങൾക്ക് ജയരാജൻ പറഞ്ഞു തിരുത്തിയത് താങ്കൾ അല്ല അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നമുക്ക് 26-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ജൂൺ 6-ാം തീയതി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങളെന്ന് പരിശോധിക്കും. നമുക്കിവിടെ അങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി തന്നെ പോകണമെന്ന് CPM-നുണ്ട്. അത് തിരുത്തി തന്നെ പോകും. ഒരു ആർക്കും അങ്ങനെ സപ്പോർട്ടും ചെയ്യില്ല. ശരി, നമുക്ക് സമയക്കുറവുണ്ട്, 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ശ്രീ സംഷാദ് മരക്കാർ, വോട്ട് വരെയുള്ളൂ തള്ളിപ്പറയല്. പറഞ്ഞോളൂ ശ്രീ സംഷാദ്. ഞാനിതിൽ ഇത് UDF-ന്റെ ആളുകൾക്ക് നേരെ ആയിരിക്കും വരുമെന്ന് പറഞ്ഞതിന്റെ കാരണം ഈ പാനൂർ ബോംബ് സ്ഫോടനം നടക്കുന്നത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിലടക്കമുള്ളവരുടെ പ്രചരണം നടക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ അതിന് തൊട്ടടുത്താണ് ഇത്തരം രീതിയിലുള്ള ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് ഞങ്ങൾക്ക് നേരെ എന്നുള്ളത് ഞങ്ങൾ ഭയപ്പെടും. സ്വാഭാവിക CPM-ന് ഷാഫി അവിടെ വടകരയിൽ മത്സരിക്കാൻ വരുന്നതോട് കൂടിയിട്ട് വടകരയിൽ ഉണ്ടായൊരു മാറ്റവും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ തരത്തിലുള്ള മാറ്റമുണ്ട്. അത് CPM-നെ അലോത്സരപ്പെടുത്തും, സ്വാഭാവികമാണ്. പിന്നെ ഹരിദാസ് പറഞ്ഞ പോലെ ശതമാനത്തിന്റെ കണക്കൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരാൻ 38% വോട്ടേ ഈ രാജ്യത്ത് കിട്ടിയിട്ടുള്ളൂ, 62% വോട്ടും നിങ്ങൾക്ക് എതിരായി ചെയ്തവരാണ് എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ അഴിമതിയുടെ കാര്യമൊക്കെ പറയുകയുണ്ടായി. ED-യെ പേടിപ്പിച്ച ആളുകളെ കൂട്ടൽ കൊണ്ടുപോവുകയും അവരെത്തിക്കഴിഞ്ഞാൽ അഴിമതി ഇല്ലാതാവുകയും ചെയ്യുന്ന പ്രവൃത്തി നടത്തുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് BJP ആണ്. അത് നിങ്ങൾ അജിത് പവാറിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ജഗൻ ഭുജ്ബലിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഏതാളെയും ED-യെ നിങ്ങൾ കൊണ്ടുപോയാൽ ED നിങ്ങൾക്ക് നോട്ടീസ് തന്ന് BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഴിമതിയിൽ യാതൊരുവിധ തർക്കവുമില്ല. അഴിമതി എല്ലാം മാറി വളരെ നല്ല ആളുകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത്. പിന്നെ CPM-ന്റെ പ്രതിനിധി പറയുകയുണ്ടായി ഇവിടുത്തെ മത്സരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJP-യുടെ സ്ഥാനാർത്ഥികൾ 4 പേര് വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞത് EP ജയരാജനാണ്. അപ്പൊ EP ജയരാജനാണ് കേരളത്തിൽ ആദ്യമായി BJP-യുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ചവരാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ LDF-ന്റെ കൺവീനറാണ്. പിന്നീട് അദ്ദേഹം എന്തൊക്കെയോ കാണിച്ച് അത് മാറ്റിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ഭയപ്പെടുന്നത് CPM-ഉം BJP-യും തമ്മിൽ നല്ല അന്തർധാരയുണ്ട്. വടകരയിൽ മത്സരിക്കുന്ന ഷാഫിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരില്ല എന്ന് 10% വോട്ടുള്ള K സുരേന്ദ്രനാണ് പറയുന്നത്. സ്ഥാനാർത്ഥി മികച്ചതാണ് എന്ന് പറയുന്നത് EP ജയരാജനാണ്. അപ്പൊ ഇതിന്റെ അന്തർധാര ആർക്കാന്നറിയാം. അപ്പൊ ആ കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അപ്പൊ ശരി, നമുക്ക് സമയക്കുറവുണ്ട്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണം ആരെ കൊല്ലാൻ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. എന്തായാലും CPM ന്യായീകരണങ്ങൾ തികച്ചും അപ്രസക്തവും അപഹാസ്യവുമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.